രാവിലത്തെ കുഞ്ഞു കുഞ്ഞു പരിപാടികളൊക്കെ കണ്ടാലോ. അപ്പോൾ രാവിലത്തെ കാപ്പിപൊടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ എന്തായാലും സമയം 10:30 ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ പെട്ടെന്ന് വന്ന് കഞ്ഞിക്ക് വെള്ളം അങ്ങ് വെച്ച്, അപ്പോൾ അത് അവിടെ നിന്ന് അങ്ങ് വേവുമല്ലോ. അങ്ങനെ കഞ്ഞിക്ക് വെള്ളം വെച്ച് ഇന്നലത്തെ കുറച്ച് ചോറ് ഇരിപ്പുണ്ടായിരുന്നു, ഞാൻ തിളപ്പിച്ചൂറ്റി കേട്ടോ. അങ്ങനെ അരിയിട്ട് മമ്മിക്ക് വേറെ കേട്ടോ ചുമലരി ചോറായിട്ടോ വെക്കുന്നത്. ഡോക്ടർ പറഞ്ഞ് വെള്ളരി കൊടുക്കരുതെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ ചുമലരി ചോറ് മമ്മിക്ക് വേറെയും വെച്ച് ഞങ്ങൾക്ക് വെള്ളരി ചോറ്. അപ്പോൾ എൻ്റെ ഇടയ്ക്ക് കാശുമോനോട് ഞാൻ പോയിരുന്നു പഠിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഭയങ്കര പഠിത്തം. അപ്പോഴത്തേനും ഞങ്ങളുടെ പാറും കുഞ്ഞാറ്റപ്പെണ്ണും വന്നിട്ടുണ്ട് കേട്ടോ. എന്തായാലും അപ്പോഴത്തേനും പിന്നെ പാത്രം കഴുകാനാണ് കയറിയത്. കാരണം ഇഷ്ടം പോലെ പാത്രം ഉണ്ട്, അല്ലെങ്കിൽ കിച്ചൺ മൊത്തം ഇങ്ങനെ നിരന്ന് കിടക്കും. ഇന്ന് രാവിലെ എനിക്ക് അന്നേരം കഴുകാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ പാറും കൂടി ഉള്ളതുകൊണ്ട് കഥയും പറഞ്ഞ് എന്തായാലും പാത്രം കഴുകി തീർന്ന് അറിഞ്ഞില്ല. അപ്പോഴത്തേനും എൻ്റെ അരി ഒന്ന് വേവായിരുന്നേ. അത് ഞാനെടുത്ത് കുക്കറിനകത്തും വെച്ചു. പിന്നെ നമ്മുടെ എന്തോ പറയുന്നത് അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കേട്ടോ. ക്ലീൻ ചെയ്തപ്പോഴത്തേനും ഉച്ചത്തേക്ക് സമയം സത്യം പറഞ്ഞാൽ 11:30 എങ്ങാണ്ടായിരുന്നു. ഞാൻ പിന്നെ പെട്ടെന്നുണ്ടല്ലോ മീൻ ഇങ്ങനെ ഐസായിരിക്കും രാവിലെ എടുത്ത് വെച്ച, പക്ഷെ അങ്ങോട്ട് മാറിയില്ല. അപ്പോൾ ഞാൻ ഉപ്പിട്ട് എന്തായാലും പെട്ടെന്ന് ഐസ് അങ്ങ് മാറിയായിരുന്നു കേട്ടോ. അങ്ങനെ അതും പെട്ടെന്ന് വെട്ടി ക്ലീൻ ചെയ്ത് അങ്ങ് വറക്കാമെന്ന് വിചാരിച്ചു. എന്തോ ചെറിയൊരു നോവുണ്ടായിരുന്നു ആ മീനിന് കേട്ടോ. അങ്ങനെ പിന്നെ അതങ്ങ് വറക്കാനും എടുത്ത് പിന്നെ നമ്മുടെ പയറെടുത്ത് മെഴുക്ക് വരട്ടിയും വെച്ച്. ഇത് അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കോൾഡ് കോഫി ഉണ്ടാക്കാൻ പോയത് കേട്ടോ. വൻ പരാജയമായിപ്പോയി. ഇനി ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കണം, ഞാൻ ചിലപ്പോൾ ഉണ്ടാക്കിയതിൻ്റെ ആയിരിക്കാം. അപ്പോഴത്തേനും എൻ്റെ മീൻ വറുത്തതും നമ്മുടെ പയർ മെഴുക്ക് വരട്ടിയും പിന്നെ തൈരും ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞു, ക്ലീനിങ് കഴിഞ്ഞ് ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ.